നമസ്കാരം, എല്ലാവർക്കും സൈലം IAS സ്വാഗതം. എം ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പോളിറ്റി എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 8th എഡിഷനെ ബേസ് ചെയ്തുള്ള സൈലം IASൻ്റെ യൂട്യൂബ് ഇനീഷ്യേറ്റീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരെ വളരെ കോംപ്രിഹെൻസീവായി തന്നെ ചർച്ച ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ മറ്റൊരു സുപ്രധാന നിയമമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ നിയമം ദ ബ്ലൂ പ്രിൻ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ദി നെയിം ഓഫ് ദി ആക്ട് ഇസ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. 1935 വളരെ സുപ്രധാനമായ ഇടക്കാല ഭരണഘടന എന്നറിയപ്പെടുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെല്ലാ നിയമങ്ങളും ചർച്ച ചെയ്യുന്നത് പോലെ ആദ്യം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പശ്ചാത്തലം എന്താണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ ഓരോ ഫീച്ചേഴ്സായി ഓരോ പ്രൊവിഷൻസായി ഡിസ്കസ് ചെയ്യുക. സോ വെൻ യു ടോക്ക് അബൌട്ട് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935, we need to have some information about the government of India Act of 1919. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് റിക്കളക്ട് ചെയ്യാതെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലേക്ക് എത്താൻ സാധിക്കില്ല. ദാറ്റ് ഇസ് 1919 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഒരു പരാമർശം ഉണ്ടായിരുന്നു. 10 വർഷത്തിന് ശേഷം, 10 ഇയേഴ്സിന് ശേഷം ഈ നിയമം, അതായത് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എത്രത്തോളം നടപ്പിലാക്കപ്പെട്ടു, ഇനി ഭാവിയിൽ എന്തെല്ലാം പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതിനെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്യപ്പെടും. സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ, നിയമപരമായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്മീഷനെ നിയമിക്കും എന്ന് 1919 നിയമത്തിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോയിൻ്റ് ചെയ്ത കമ്മീഷനാണ് ദ റിനോൺ സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ 10 വർഷം കാത്തിരുന്നില്ല. 1927 തന്നെ സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടു. ഈ സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ഹാർദമായൊന്നുമല്ല സ്വീകരിച്ചത്. കാരണം സൈമൺ കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി പഠിക്കുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നതെങ്കിൽ പോലും ഈ സൈമൺ കമ്മീഷനിൽ ഇന്ത്യക്കാരായ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോലും ഉണ്ടായിരുന്നില്ല. ഇത് വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്ത് പ്രതിഷേധമുണ്ടാക്കി. അങ്ങനെ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് പറയുന്നു, ഓക്കെ, നിങ്ങൾക്ക് ഇന്ത്യൻ ജനതയെ മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് സംബന്ധമായൊരു റിപ്പോർട്ട് സമർപ്പിക്കൂ. അങ്ങനെയാണ് ദ ഫേമസ് നെഹ്റു കമ്മിറ്റി വാസ് ഫോംഡ്. ഇത് ജവഹർലാൽ നെഹ്റു അല്ല, മോട്ടിലാൽ നെഹ്റു ആണ്. അങ്ങനെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഈ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിൽ മുസ്ലിം വിഭാഗത്തിന് വേണ്ടുന്ന പ്രാതിനിധ്യം ലഭിച്ചില്ല, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല എന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ, എന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് അലി ജിന്ന അദ്ദേഹത്തിൻ്റെ 14 പോയിൻറ്റ്സുമായി രംഗത്ത് വരുന്നു. സോ യു വുഡ് ഹാവ് ഹേർഡ് അബൌട്ട് ജിന്നാസ് 14 പോയിൻറ്റ്സ്. അപ്പോൾ 3 ഡോക്യുമെൻ്റായി, ഒന്ന് സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ട്, മറ്റൊന്ന് മുഹമ്മദ് അലി ജിന്നയുടെ 14 പോയിൻറ്റ്സ്, മറ്റൊന്ന് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഈ 3 റിപ്പോർട്ടുകളെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി 1930, 31, 32 വർഷങ്ങളിൽ വട്ടമേശ സമ്മേളനങ്ങൾ കണ്ടക്ട് ചെയ്ത കാര്യം നിങ്ങൾക്കറിയാമായിരിക്കാം. ഈ വട്ടമേശ സമ്മേളനങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്കായി ഇനാക്ട് ചെയ്ത എക്കാലത്തെയും വലിയ നിയമം, എക്കാലത്തെയും ദൈർഘ്യമേറിയ നിയമം പാസ്സാക്കപ്പെടുന്നത്. So the lengthiest act enacted by the British Parliament for India is the Government of India Act of 1935, and that is the topic for today. അപ്പോൾ Government of India Act of 1935 മറ്റ് ചില രീതികളിൽ കൂടി വിശേഷിപ്പിക്കാറുണ്ട്. ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ദാറ്റ് ഇറ്റ് ഇസ് നോൺ ആസ് ദി ബ്ലൂ പ്രിൻറ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓൾമോസ്റ്റ് 65 മുതൽ 70% വരെ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷനാണ്. ആൻഡ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് തന്നെയാണ് ഇൻറ്ററിം കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഇൻറ്ററിം കോൺസ്റ്റിറ്റ്യൂഷൻ
എന്തുകൊണ്ടാണ് ഈ നിയമം ഇൻറ്ററിം കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്? 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നു. 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സമ്പൂർണ്ണമായി നിലവിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാലം നമ്മൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമായിരുന്നു. ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. അപ്പോൾ ഈ ഇടക്കാലത്ത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനായി ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനായി ഉപയോഗത്തിലിരുന്ന നിയമം എന്നതാണ് 1935 ഇടക്കാല ഭരണഘടന അല്ലെങ്കിൽ ഇൻറ്ററിം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണമായി പരാമർശിക്കുന്നത്. ഈ നിയമത്തിൻ്റെ ചീഫ് ആർക്കിടെക്റ്റ് എന്നറിയപ്പെടുന്നത് സാമുവൽ ഹോർ ആണ്. ഈ നിയമത്തെ ചാർട്ടർ ഓഫ് ബോണ്ടേജ്, നിബന്ധനകളുടെ ചാർട്ടർ എന്ന് വിശേഷിപ്പിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. ഈ ജവഹർലാൽ നെഹ്റു തന്നെയാണ് മെഷീൻ വിത്ത് സ്ട്രോങ് ബ്രേക്സ് വിതൗട്ട് എൻജിൻ, ഇതൊരു യന്ത്രമാണ്, ഈ യന്ത്രത്തിന് ശക്തമായ ബ്രേക്കുകളുണ്ട് പക്ഷേ എൻജിനില്ല എന്ന് പരാമർശിച്ചതും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്കാലത്തെയും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള, ദൈർഘ്യമേറിയ ഒരു ബ്രിട്ടീഷ് നിയമമാണ് ഈ നിയമം. 321 വകുപ്പുകളാണ് ഈ നിയമത്തിലുള്ളത്. കൂടാതെ 10 പട്ടികകളും ഈ നിയമത്തിലുണ്ടായിരുന്നു. 321 sections and 10 schedules. So these are some of the basic facts. The UPSC or PSC or even for the SSC exams you may get framed as a question. Now coming to the features in detail. ഓരോരോ ഫീച്ചേഴ്സായി നമ്മൾ മനസ്സിലാക്കാൻ പോകുകയാണ്. ആദ്യം we will try to understand what happened at the central level. കേന്ദ്ര തലത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഒരു അഖിലേന്ത്യാ ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ, ആ കാലഘട്ടത്തിൽ സംസ്ഥാനങ്ങളില്ല, പ്രവിശ്യകളാണ്. ഈ പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളും കൂടി ചേർന്ന് ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായി മാറുക. അപ്പോൾ അങ്ങനെ ഒരു അഖിലേന്ത്യാ ഫെഡറേഷൻ രൂപീകരണം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പോൾ സെൻട്രൽ ലെജിസ്ലേച്ചറിൽ എങ്ങനെയാണ് മാറ്റം വരിക? സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓൾറെഡി ബൈക്യാമറലാണ് അല്ലേ? 1919 നിയമത്തെ പറ്റിയുള്ള ചർച്ച നിങ്ങൾ കണ്ടു നോക്കുക. ഓൾറെഡി ബൈക്യാമറലാണെന്ന് പറഞ്ഞാൽ 2 സഭകൾ ഓൾറെഡി ഉണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നതാണ് ഒരു സഭ, അതേപോലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് മറ്റൊരു സഭയും ഉണ്ടായിരുന്നു അല്ലേ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള അംഗങ്ങളുണ്ടായിരിക്കും. അതേപോലെ തന്നെ നാട്ടുരാജ്യങ്ങൾ, പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളും ഉണ്ടായിരിക്കും. ഇനി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിലും ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള അംഗങ്ങളുണ്ടായിരിക്കും, നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളും ഉണ്ടായിരിക്കും. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഈ സെൻട്രൽ ലെജിസ്ലേച്ചറിനെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഫെഡറൽ ലെജിസ്ലേച്ചറാക്കി മാറ്റി. അപ്പോൾ ശ്രദ്ധിക്കണം, ഫെഡറൽ എന്ന വാക്ക് നിങ്ങൾ എവിടെ കാണുന്നോ ആ നിയമം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരിക്കും. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ കാര്യമാണ് പറയുന്നത്. ഫെഡറൽ എന്നൊരു വാക്ക് കണ്ടാൽ പ്ലീസ് ട്രൈ ടു കണക്ട് ഇറ്റ് വിത്ത് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ എങ്ങനെ പേര് മാറ്റി? ഫെഡറൽ അസംബ്ലി എന്നും പേര് മാറ്റി. ഫെഡറൽ അസംബ്ലി. അപ്പോൾ ഇത്രേ പറഞ്ഞുള്ളൂ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് ഒരു പ്രൊവിഷൻ കൂട്ടിച്ചേർത്തു. ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കേന്ദ്ര നിയമനിർമ്മാണ വിഭാഗം, കേന്ദ്ര നിയമനിർമ്മാണ സഭ, സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഫെഡറൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാക്കി മാറ്റുന്നു. അതുകൂടാതെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് 2 സഭകളുണ്ടായിരുന്നു. ഒന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും മറ്റൊന്ന് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സുമായിരുന്നു. ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ ഫെഡറൽ അസംബ്ലി ആക്കി മാറ്റി. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, അതായത് ഫെഡറൽ അസംബ്ലിയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള അംഗങ്ങളുണ്ടായിരിക്കും, നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുണ്ടായിരിക്കും. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിലും ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഉള്ള അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ഇതായിരുന്നു ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന ആശയം. പക്ഷേ ഇത് നിലവിൽ വന്നോ? ഇല്ല. ഡിഡ് ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്? നോ. Why? Because the princely states has negated this idea. Princely states പറഞ്ഞു, no, we are not ready.
ഞങ്ങളുടെ ഓട്ടോണമി നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ തയ്യാറല്ല എന്ന് നാട്ടുരാജ്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് ഈ ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന ആശയം നിലവിൽ വന്നില്ല. ഇത് കൂടാതെ ഈ പ്രത്യേക ഇലക്ടറേറ്റ് സംവിധാനം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ 1909 കൗൺസിൽസ് ആക്ട് പ്രകാരം മുസ്ലിം വിഭാഗത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നമ്മൾ സിഖ് കമ്മ്യൂണിറ്റിയിലേക്കും ആംഗ്ലോ ഇന്ത്യൻസിലേക്കും ഇന്ത്യൻ ക്രിസ്ത്യൻസിലേക്കും യൂറോപ്യൻസിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്ന് പറയുന്നത് ഡിപ്രസ്ഡ് ക്ലാസസ്, ദാറ്റ് ഇസ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ്, സ്ത്രീകൾ, തൊഴിലാളി വിഭാഗക്കാർ, ഇങ്ങനെ 3 വിഭാഗങ്ങളിലേക്ക് കൂടി ഈ കമ്മ്യൂണൽ ഇലക്ടറേറ്റ് സിസ്റ്റം എക്സ്റ്റെൻഡ് ചെയ്തു. ആൻഡ് ഈ ഡിപ്രസ്ഡ് ക്ലാസസിനെ സെപ്പറേറ്റ് ഒരു ഇലക്ടറേറ്റ് സിസ്റ്റം ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഗാന്ധി നിരാഹാരം കിടന്നതും അതിനുശേഷം ഇതൊരു റിസർവേഷൻ മാത്രമാക്കി മാറ്റിയതും സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ പൂന പാക്റ്റിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഏതായാലും ആ കാര്യത്തെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അതുകൂടാതെ വോട്ടവകാശം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 14% ജനങ്ങൾക്കും ലഭിക്കുന്ന തരത്തിൽ മാനദണ്ഡങ്ങൾ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. സേ ഫോർ എക്സാമ്പിൾ, വോട്ടവകാശം എല്ലാവർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ, പ്രോപ്പർട്ടി അതുപോലെ അടയ്ക്കുന്ന നികുതിയുടെ അടിസ്ഥാനത്തിൽ, ലഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത്. ഈ പരിധി ഒന്ന് കുറച്ച് വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് പേർക്ക് കൂടി കൂടുതൽ വോട്ടവകാശം ലഭിച്ചു. അങ്ങനെ ഓൾമോസ്റ്റ് 10 മുതൽ 14% പേർക്ക് വരെ വോട്ടവകാശം ലഭിച്ചു എന്നുള്ളത് കൂടി പ്രത്യേകമായി ഓർത്തിരിക്കുക. സോ ദിസ് വാസ് ദ മേജർ ചേഞ്ച് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദി സെൻട്രൽ ലെജിസ്ലേച്ചർ. Now when it comes to the division of power between the center and the subunit, 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നിയമനിർമ്മാണ വിഷയങ്ങളെ 2ആയാണ് കാറ്റഗറൈസ് ചെയ്തിരുന്നത്. ഒന്ന് സെൻട്രൽ സബ്ജക്റ്റ് എന്നും മറ്റൊന്ന് പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് എന്നും. ഈ നിയമത്തിലേക്ക് വന്നപ്പോൾ, അതായത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലേക്ക് വന്നപ്പോൾ സെൻട്രൽ സബ്ജക്റ്റ് എന്തായി മാറി? സെൻട്രൽ സബ്ജക്റ്റ് ഫെഡറൽ സബ്ജക്റ്റായി മാറി. പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് ഉണ്ട്. 3ാമത്തെ ഒരു വിഭാഗം സബ്ജക്റ്റുകൾ കൂടി വന്നു. അത് കൺകറൻറ്റ് സബ്ജക്റ്റ് എന്നറിയപ്പെടും. അപ്പോൾ ഫെഡറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫെഡറൽ ഗവൺമെൻറ്റിന് മാത്രം നിയമം നിർമ്മിക്കാൻ സാധിക്കുന്ന വിഷയങ്ങളാണ്. പ്രൊവിൻഷ്യൽ സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിന് നിയമം നിർമ്മിക്കാൻ സാധിക്കുന്ന വിഷയങ്ങളാണ്. കൺകറൻറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫെഡറൽ ഗവൺമെൻറ്റിനും അതേപോലെ തന്നെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനും നിയമം നിർമ്മിക്കാൻ സാധിക്കുന്ന വിഷയങ്ങളാണ്. ഇതിലൊന്നും പെടാത്തവ റെസിഡ്യുവറി സബ്ജക്ട്സ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. ഈ റെസിഡ്യുവറി പവേഴ്സ് അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്ത വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം അന്നത്തെ വൈസ്രോയ്ക്കാണ് നൽകിയിരുന്നത് എന്നുകൂടി ശ്രദ്ധിക്കുക കേട്ടോ. അന്നത്തെ വൈസ്രോയ്ക്കാണ് നൽകിയിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 7ാം പട്ടികയുണ്ട്. 7ാം പട്ടിക യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റിനെ പറ്റി പറയുന്നു അല്ലേ. യൂണിയൻ ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിന് സാധിക്കും. സ്റ്റേറ്റ് ലിസ്റ്റിൽ സംസ്ഥാന നിയമസഭ, കൺകറൻറ്റ് ലിസ്റ്റിലാണെങ്കിൽ പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭയ്ക്കും നിയമം നിർമ്മിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് എസെൻസ് ഇൻ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ഇതുകൂടാതെ 1919 നിയമത്തിൽ നമ്മൾ പ്രവിശ്യകളിൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അല്ലേ. 1935 ഈ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രവിശ്യകളിലല്ല, പകരം കേന്ദ്രത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഈ ഫെഡറൽ സബ്ജക്റ്റുകളെ നമ്മൾ 2ആയി കാറ്റഗറൈസ് ചെയ്യാൻ പോകുകയാണ്. ഒന്ന് ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ്, മറ്റൊന്ന് റിസർവ്ഡ് സബ്ജക്റ്റ്. ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റും റിസർവ്ഡ് സബ്ജക്റ്റും. റിസർവ്ഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വൈസ്രോയും അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും ചേർന്ന് നിയമങ്ങൾ നിർമ്മിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. ലെജിസ്ലേച്ചറിനോട് റെസ്പോൺസിബിൾ അല്ല. നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. അവരുടെ അംഗീകാരം ലഭിക്കേണ്ട ആവശ്യവുമില്ല. എന്നാൽ
ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈസ്രോയ് ഓൺ ദി എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് റെസ്പോൺസിബിൾ ടു ദ സെൻട്രൽ ലെജിസ്ലേച്ചർ ഓർ ദി ഫെഡറൽ ലെജിസ്ലേച്ചർ. ഇത്രയേ ഉള്ളൂ. നിയമനിർമ്മാണ വിഷയങ്ങളിൽ 4 കാറ്റഗറൈസ് ചെയ്തിരുന്നു. 1 ഫെഡറൽ വിഷയങ്ങൾ, 2 പ്രൊവിൻഷ്യൽ വിഷയങ്ങൾ, 3 കൺകറൻറ്റ് വിഷയങ്ങൾ, 4 റെസിഡ്യൂറി പവേഴ്സ്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നമ്മൾ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയാണ്? പ്രൊവിൻഷ്യൽ തലത്തിലാണ്. 1935 വന്നപ്പോൾ നമ്മൾ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയാണ്? ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രിട്ടീഷ് പാർലമെൻറ്റാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് എവിടെ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? കേന്ദ്രത്തിൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫെഡറൽ സബ്ജക്റ്റുകളെ നമ്മൾ 2 കാറ്റഗറൈസ് ചെയ്തു. ഒന്ന് ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് എന്നും മറ്റൊന്ന് റിസർവ്ഡ് സബ്ജക്റ്റ് എന്നും. റിസർവ്ഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റിസർവ് ചെയ്തിരിക്കുകയാണ്. ആർക്ക് റിസർവ് ചെയ്തിരിക്കുന്നു? വൈസ്രോയ്ക്കും അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിനും റിസർവ്ഡ് ആണ്. അവർക്ക് മാത്രം, അവർക്ക് എന്തും ചെയ്യാം. അവരാരുടെയെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ലെജിസ്ലേച്ചറിനോട് മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വൈസ്രോയ്ക്ക് ആരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലേ പ്രവർത്തിക്കാൻ പറ്റൂ? മന്ത്രിമാരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലേ പ്രവർത്തിക്കാൻ പറ്റൂ. മന്ത്രിമാരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആർക്ക് സാധിക്കും? ലെജിസ്ലേച്ചറിന് സാധിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? റെസ്പോൺസിബിലിറ്റി എന്ന എലമെൻ്റ് കാണാൻ പറ്റും. പക്ഷേ ഈ ഡയാർക്കി എന്ന് പറയുന്ന ആശയം നിലവിൽ വന്നില്ല എന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, പല കാരണങ്ങൾ കൊണ്ട് ഡയാർക്കി എന്ന ആശയം കേന്ദ്രതലത്തിൽ നിലവിൽ വന്നില്ല. ഈ ഡയാർക്കി ഒരു മണ്ടത്തരമായിരുന്നു, ഒരു മണ്ടൻ ചിന്താഗതിയായിരുന്നു എന്നുള്ളത് കൊണ്ട് അതുവരെ പ്രൊവിൻസസിൽ നിലനിന്നിരുന്ന ഡയാർക്കി അങ്ങ് അബോളിഷ് ചെയ്തു. അപ്പോൾ പ്രൊവിൻസസിലെ ഡയാർക്കി അബോളിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിൽ നേരത്തെ കാറ്റഗറൈസേഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഒന്ന് ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് എന്നും മറ്റൊന്ന് റിസർവ്ഡ് സബ്ജക്റ്റ് എന്നും. ഈ കാറ്റഗറൈസേഷൻ അങ്ങ് ഇല്ലാതായി. ട്രാൻസ്ഫേർഡും റിസർവ്ഡ് ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഗവർണർ ഓൺ ദി എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിൾ ടു ദി പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളുടെ സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസ്ഥാന നിയമസഭാംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടുന്നത് പോലെ അന്നും മറുപടി പറയേണ്ടുന്ന സംവിധാനമാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ പ്രൊവിൻസസിന് ഓട്ടോണമി ലഭിച്ചു. അതുമാത്രമല്ല, റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്ന ആശയം പ്രവിശ്യകളുടെ തലത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ പ്രവിശ്യകൾ എന്തായി മാറി? സ്വയംഭരണ യൂണിറ്റുകളായി മാറി. കേന്ദ്രത്തിൻ്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളില്ലാത്ത സ്വയംഭരണ യൂണിറ്റുകളായി പ്രവിശ്യകൾ മാറി. ഇതുകൂടാതെ 6 പ്രവിശ്യകളിൽ ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1919 നിയമത്തിൽ നമ്മൾ കേന്ദ്രത്തിലാണ് ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ പ്രവിശ്യകളിലേക്ക് ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എത്ര പ്രവിശ്യകളിൽ? 11 ടോട്ടൽ ഉണ്ടായിരുന്നു. ടോട്ടൽ 11 പ്രവിശ്യകൾ ഉണ്ടായിരുന്നു. അതിൽ 6 പ്രവിശ്യകൾ ബൈക്യാമറലായി മാറി. ഈ 6 പ്രവിശ്യകൾ ഏതൊക്കെയാണ്? ഒന്ന് ബോംബെ, സെക്കൻഡ് വൺ ഇസ് ബംഗാൾ, തേർഡ് വൺ ഇസ് ബീഹാർ, ഫോർത്ത് വൺ ഇസ് അസം, then fifth one is Madras, and finally United Provinces. ഇങ്ങനെ 6 പ്രവിശ്യകൾ ബൈക്യാമറലായി മാറി. ഓക്കെ, ഇത് കൂടാതെ ബോംബെയും സിന്ധും ഒരുമിച്ച് കിടന്നിരുന്ന പ്രദേശമാണ്. ഈ പ്രദേശങ്ങളെ സെപ്പറേറ്റ് ചെയ്തു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ബോംബെ പ്രൊവിൻസും സിന്ധ് പ്രൊവിൻസും 2 ഇതേപോലെ തന്നെ ബീഹാറും ഒറീസയും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. ബീഹാർ പ്രൊവിൻസും ഒറീസ പ്രൊവിൻസും 2 ബർമ്മ ഇന്ത്യയുടെ ഭാഗമായിരുന്നൊരു പ്രൊവിൻസാണ്. ഈ ബർമ്മ ഇന്ത്യയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് ഫൈനലി 1937 ഒരു ഫെഡറൽ കോടതി ഡൽഹിയിൽ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഈ ഫെഡറൽ കോടതി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട നിയമവും ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഈ ഫെഡറൽ കോടതിക്ക് ഫെഡറൽ സബ് യൂണിറ്റുകൾ തമ്മിൽ
തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ ഫെഡറൽ കോർട്ടിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത്. റിസോൾവ് ഡിസ്പ്യൂട്ട് എമംഗ്സ്റ്റ് ഫെഡറൽ സബ് യൂണിറ്റ്. അതായത് ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ രൂപീകരിക്കപ്പെടുമ്പോൾ പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളും ഒക്കെ ചേർന്ന് വന്നാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കാം? ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാം. അതിർത്തി സംബന്ധമായോ കച്ചവട സംബന്ധമായോ ഒക്കെ തർക്കങ്ങൾ ഉണ്ടാകാം. ഈ തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ആരുടെ കർത്തവ്യം? ഫെഡറൽ കോടതിയുടെ കർത്തവ്യം. ഈ ഫെഡറൽ കോടതി 1935 നിയമപ്രകാരം ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതെങ്കിൽ പോലും ഇത് നിലവിൽ വന്നത് 1937 മാത്രമാണ്. അപ്പോൾ നിയമത്തിൽ പരാമർശിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ സ്ഥാപിക്കപ്പെട്ടത് 1937. ഇതുകൂടാതെ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ നമ്മൾക്ക് സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരുന്നു, 1926 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919. ഇപ്പോൾ ആ സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പേര് എന്താക്കി മാറ്റി? ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആക്കി. ഇതുകൂടാതെ പ്രവിശ്യകൾക്ക് അവരുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നു. നമ്മുടെ കേരള PSC പോലെ പ്രവിശ്യകൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രൊവിഷൻ 1935 നിയമത്തിൽ പരാമർശിച്ചു. ഇതുകൂടാതെ ഒന്നിലധികം പ്രവിശ്യകൾക്ക് ഒരുമിച്ച് റിക്രൂട്ട്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ പോലും എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്ന് ഈ നിയമം പറഞ്ഞു. ഇതുകൂടാതെ 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ഈ നിയമപ്രകാരം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യക്ക് കീഴിൽ ഒരു 15 മെമ്പർ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഒരു ഉപദേശക സമിതി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നു അല്ലേ? ഒരു ഉപദേശക സമിതി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നു. ഈ കൗൺസിൽ ഓഫ് ഇന്ത്യ അങ്ങ് അബോളിഷ് ചെയ്തു. പകരം ഇറ്റ് ഹാസ് ഗോട്ട് റിപ്ലേസ്ഡ് വിത്ത് എ ടീം ഓഫ് അഡ്വൈസേഴ്സ്. ഉപദേശകർ, ഒരു ഉപദേശകരുടെ സംഘം മാത്രമായി മാറി. So these are the important features of the Government of India Act of 1935. I think we have discussed all those important features of the Government of India Act of 1935. Hope you would have enjoyed and understood all the relevant features. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനമാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കുകളിലൂടെ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുക. കാരണം നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളുടെ ഊർജം ഇത്തരം ഫ്രീ യൂട്യൂബ് ഇനീഷ്യേറ്റീവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. സോ അടുത്ത വീഡിയോയിൽ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റുമായി കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ, ഗുഡ് ബൈ.